ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബേബി ജോസഫ്. ചിക്കൻ ലോലിപോപ്പിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്, എല്ലില്ലാതെ എടുത്തുള്ള. അത് ഞാൻ ഒരു ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് പകുതി വേഗം കഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ അരയ്ക്കാൻ ചേർക്കാനുള്ള സാധനങ്ങളാണ്: പച്ചമുളകുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് 1 ടീസ്പൂണ്, ചെറിയ ഉള്ളി 1 ടീസ്പൂൺ ഉണ്ട്, ഒരു പിഞ്ച് കുറച്ച് മല്ലിയിലയുണ്ട്, ഒരു സവോള ഞാൻ ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ചില്ലി ഫ്ലേക്സ്, ഈ ചതച്ച മുളക് ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ മഞ്ഞക്കറി മാത്രം ഒരെണ്ണത്തിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ റവ 2 ടീസ്പൂണോ 3 ടീസ്പൂണോ ചേർക്കേണ്ടി വരും, അത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വറുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മുട്ടയുടെ വെള്ളയുണ്ട്, 1 മുട്ടയുടെ മഞ്ഞയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോലിപോപ്പിന് സ്റ്റിക്ക്, പിന്നെ സോസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വറുക്കാൻ എണ്ണ. നമ്മുടെ ചിക്കൻ പീസസ് പകുതി വേവായിട്ടുള്ളൂ, അത് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാൻ പറ്റുള്ളൂ. നല്ല പൊടിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. മുളക് അരിഞ്ഞ് വെച്ചതിട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, ചെറിയ ഉള്ളി കുറച്ചിട്ടു, സവോള ഒരെണ്ണം കൊത്തി അരിഞ്ഞിട്ടു. ഇനി നമുക്ക് ഇതിലിടാനുള്ളത് 1 മുട്ടയുടെ മഞ്ഞക്കറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതാണ് ചേർക്കാനുള്ളത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്ത് വെച്ചതിടാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ചിക്കൻ ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണ് 1/2 ടീസ്പൂൺ കഷ്ടി ഉപ്പിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് റവ ചേർക്കുന്നുണ്ട്. പിന്നെ ചെറിയ ടീസ്പൂണ് ഗരം മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്തു. ഇനി നമുക്ക് ഉപ്പിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ക്രഷ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ടു. കൂടുതൽ അടിയുണ്ടായിരിച്ചിട്ട് ലാസ്റ്റ് ഇടുന്ന ഒരു അരമുറി ചെറുനാരങ്ങ നീര് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പില് ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കി വെക്കാം. ചിക്കൻ ഉരുട്ടി വെക്കാം, അത് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് അതിന് ലോലിപോപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ. 2 ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് കട്ട്ലേറ്റിൻ്റെ നീള ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഉരുട്ടിട്ട് വേവിക്കാതെ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഓരോ ബോൾസും ആദ്യം മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്, അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി വയ്ക്കാം. എണ്ണ ചൂടായി,
ബോൾ പരുവത്തിലുള്ളത് ഞാനിപ്പോൾ ഫസ്റ്റ് വറുത്തെടുക്കാൻ പോവാണ്. ഇനി ഓവൽ ഷേപ്പിലുള്ള ബോൾസ് ഞാൻ മുക്കി വെക്കുകയാണ്. ചെറിയ തീരാണ് ഇപ്പോൾ അത് വേടിക്കാട്ടുള്ളത്. എന്നാലാണ് നന്നായിട്ട് ഉള്ളു എന്ത് കിട്ടുള്ളൂ. ഇത് നന്നായി ഫ്രൈ ആയി നമ്മൾ എടുക്കുകയാണ്. നമ്മൾ ബോൾ പരുവത്തിലുള്ള ഉണ്ടാക്കിയതാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇനി നമ്മൾ ഓവൽ ഷേപ്പിലുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കണം. തീ കുറച്ചിട്ടിട്ട് എപ്പോഴും എന്നാലും ഉള്ളു നന്നായി ഫ്രൈ ആയിട്ട് വേവുള്ളൂ. ഈ രണ്ടാമത്തെ ട്രിപ്പായിട്ട് നമുക്ക് ഓവൽ ഷേപ്പിലുള്ള ലോലിപ്പോപ്പുകൾ, ലോലിപ്പോപ്പ് എന്ന് പറയുമ്പോൾ ആ വടിയും കൂടി സ്റ്റിക്ക് വേണം. അതിന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാം. ആദ്യം ഇത് വറുത്തെടുക്കട്ടെ. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാറായി. രണ്ട് ട്രിപ്പിൽ ഞാൻ ഒരു രസത്തിന് രണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയുള്ളത്. നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പ് നമ്മൾ ഇതിൽ സ്റ്റിക്ക് വെക്കുകയാണ്. ഇനി ബോൾ പരുവ ഉണ്ടാക്കി വെച്ചാലും ഇതുപോലെ വെക്കണം. നമ്മൾ ഈ വിരൽ പിടിച്ചിട്ട് ഈ വിരലിൻ്റെ അറ്റത്ത് ടച്ച് ചെയ്യുന്ന അത്രയും കയറ്റണം. ചെറുതായിട്ടപ്പോൾ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കഴിക്കുന്ന നേരത്ത് താഴെ വീഴും. ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബൊക്കെ ഇപ്പോൾ കുറച്ച് കുറവാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.